നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓട്ടപ്രദർശനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് അഹമ്മദാബാദിലെ ആ മഹാദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിന്റെ അപ്ഡേറ്റുകളുമാണ് കൂടുതലും മാധ്യമങ്ങളിൽ വന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അന്വേഷണങ്ങൾ, അതുപോലെ തന്നെ പ്രമുഖരായ വ്യക്തികൾ ആ പ്രദേശം സന്ദർശിച്ചത്, അതുപോലെ മറ്റ് നടപടിക്രമങ്ങൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ മറ്റ് നടപടികൾ, രക്ഷാപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ഒപ്പം ഒരു ജാതി അധിക്ഷേപവും. ഈ വിമാനാപകടത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, രഞ്ജിത. കോഴഞ്ചേരി സ്വദേശിയാണ്, പത്തനംതിട്ട പുല്ലാൾ സ്വദേശിനിയാണ്. 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഇവരെ നായർ എന്നുള്ള ആ ഒരു വാല ഇവർക്കുണ്ട്. രഞ്ജിത നായർ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇവരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇവർ സർക്കാർ സർവീസിലെ ജോലി വിട്ടിട്ട് ജനസേവനം വിട്ടിട്ട് പണമുണ്ടാക്കാൻ പോയതാണ് എന്ന് പറയുന്ന ധ്വനിയിലും അല്പം അശ്ലീലം കലർന്ന ധ്വനിയിലുമാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രൻ എന്ന വ്യക്തി പ്രതികരിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ. തുടർന്ന് ഇത് ഡിലീറ്റ് ചെയ്തു. വലിയ തോതിൽ ഇത് ചർച്ചയായി. ഇദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം ഇദ്ദേഹത്തിനെതിരെ കേസും എടുത്തിട്ടുണ്ട്. അറസ്റ്റും രേഖപ്പെടുത്തിയതായുള്ള വിവരമാണ് പുറത്തു വന്നത്. ഇത്രയും ദുഃഖകരമായ ഒരു അവസ്ഥ ഒരു കുടുംബത്തിനുണ്ടാകുമ്പോൾ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്ന കാഴ്ച, ഒരു അമ്മയൊക്കെ കരയുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പം അത്രയും ക്രൂരമായി ഒരു അപകടം നടന്നിട്ട് ഒരു പെൺകുട്ടി അകാല മരണം സംഭവിച്ചിട്ട് ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തത്തെ ഇത്തരത്തിൽ ജാത്യാധിക്ഷേപം നടത്തി. ഇദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്, ഇടതുപക്ഷ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇതിനു മുൻപും പലതരത്തിൽ ജാത്യാധിക്ഷേപം നടത്തിയിട്ടുണ്ട്, താക്കീതൊക്കെ തന്നെ വാങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. എന്തായാലും അതൊട്ടും ശരിയായില്ല. കൃത്യമായ നടപടി സർക്കാർ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ സർവീസ് സംഘടനകളുടെ സമ്മർദ്ദം മൂലം ഇത് ഹാക്ക് ചെയ്യപ്പെട്ടു, വേറെ ആരുമാണ് എഴുതിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കും എന്നൊക്കെയുള്ള ചില കമന്റുകളും കണ്ടു. എന്തായാലും എ പവിത്രൻ എന്ന് പറയുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ, ആലോചിച്ച് നോക്കൂ, ഡെപ്യൂട്ടി തഹസിൽദാരാണ്, ഒരു താലൂക്കിന്റെ ചുമതലയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ സഹചുമതലയുള്ള വ്യക്തിയാണ്. എത്ര ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന ആളാണ്. ഇയാളുടെ നേരത്തെയുള്ള പല സ്വഭാവ ദൂഷ്യങ്ങളും സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റവും ഒക്കെ തന്നെ ഇപ്പോൾ സ്ക്രീൻഷോട്ടുകളായി പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തി ഇത്തരം ക്രൂരമായ ഒരു കാര്യം സമൂഹ മാധ്യമത്തിലൂടെ ചെയ്തിട്ട് ആ കുടുംബത്തെയും ആ മരിച്ചുപോയ പെൺകുട്ടിയെയും അപമാനിച്ചിട്ട് അവഹേളിച്ചിട്ട് കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ജനം തിരിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ പാടുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും സമൂഹം അത് അംഗീകരിക്കില്ല. അത് ഇനി ആരായാലും ശരി. ഒരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് പകരം അവരെ പരിഹസിക്കുകയും അശ്ലീലചുവയോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ല അടിയുടെ കുറവാണ് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ ദുരന്ത ഭൂമിയിലും സമീപമുള്ള ആശുപത്രികളിലുമൊക്കെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും സേവാഭാരതിയുടെയും ഒക്കെ പ്രവർത്തകർ ജാഗരൂകരായി ആ ഒരു സമയം മുതൽ തന്നെ ഉണ്ട്. എല്ലാവിധ മെഡിക്കൽ സേവനങ്ങളും സഹായങ്ങളും ഭക്ഷണവും അടക്കമുള്ള കാര്യങ്ങളുമായി നിരവധി സന്നദ്ധ പ്രവർത്തകരാണ്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകരാണ് ഈ പ്രദേശത്ത് ഇപ്പോഴും മണിക്കൂറുകളായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രദേശത്ത് ഒരു ബുദ്ധിമുട്ടോ ഒരു കഷ്ടപ്പാടോ വരുമ്പോൾ ആദ്യം ഓടിയെത്തുക സേവാഭാരതിയുടെയും RSSന്റെയും പ്രവർത്തകർ തന്നെയായിരിക്കും. കാരണം മാധവ സേവ എന്നത് മാനവ സേവയായി കാണുന്നവരാണ് അവർ. അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് സമീപവാസികളും പ്രദേശവാസികളും ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള ആളുകളും ഒക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്വയം സേവകർ, പ്രവർത്തകർ അതിശക്തമായി തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ ഈ അപകട മേഖലയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത. ഇസ്രായേൽ ഇറാൻ പ്രശ്നം അത് പ്രതിസന്ധി കൂടുതൽ ദുഷ്കരമാകുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക ഈ വിഷയത്തിൽ കൈകഴുകിയിരിക്കുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രതിസന്ധി ഇപ്പോൾ ഇറാനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഇറാന്റെ തീവ്രവാദ ആശയങ്ങളും നയങ്ങളും ഇറാനിലെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഇന്ത്യ സഹകരിക്കില്ല ഒരിക്കലും. എന്തായാലും അതിശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അയത്തുള്ള ഖൊമേനി, ഇറാന്റെ പരമോന്നത നേതാവ്, വെളിപ്പെടുത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് ഡ്രോണുകൾ ഇസ്രായേലിന്റെ പരിസര പ്രദേശത്തൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രത്യാക്രമണങ്ങളൊക്കെ നടക്കുന്നു. ഒരു യുദ്ധമുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത് ഉണ്ടാകാതിരിക്കട്ടെ. കാരണം അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നയതന്ത്ര ചർച്ചകളിലൂടെ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് തന്നെ നമ്മൾ ആശംസിക്കുന്നു. ഒരു യുദ്ധം തീർച്ചയായിട്ടും നാശത്തിന്റെ, സമാധാനമില്ലായ്മയുടെ ഒക്കെ തന്നെ, രക്തത്തിന്റെ, വിയർപ്പിന്റെ ഒക്കെ തന്നെ ഒരു മുഖമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഒരിക്കലും യുദ്ധം ഒരു ഘടകമേ അല്ല. ഒരിക്കലും നമ്മുടെ ജീവിതങ്ങളിൽ ഒന്നും തന്നെ യുദ്ധങ്ങളും അതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും കടന്നു വരാതിരിക്കണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറന്നുയർന്ന്
താഴെ വീണ തകർന്നു വീണ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും DVR-ഉം ഒക്കെ കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയും കുറച്ചു സമയം മുമ്പ് പുറത്തു വന്നിരുന്നു. അപ്പം ഈ എന്താണ് സംഭവിച്ചത്, ഈ വിമാനത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചത്, പൈലറ്റുമാർ തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ റെക്കോർഡിങ്ങും ഓഡിയോ റെക്കോർഡിങ്ങും അടക്കമുള്ള വിശദാംശങ്ങൾ ഈ ബ്ലാക്ക് ബോക്സ് വഴി കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് അപകട കാരണം എന്ന് നമുക്ക് തീർച്ചയായിട്ടും അതിനുശേഷമേ വ്യക്തമാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ അപകടമുഖത്തു നിന്നുള്ള വാർത്തകളും അത്തരത്തിലുള്ള അതിന്റെ അപ്ഡേറ്റുകളുമാണ് കൂടുതലും വന്നത്. അതിനിടയ്ക്ക് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഡയലോഗ് അടിച്ചു, അവിശുദ്ധ കൂട്ടുകെട്ടിന് ഞങ്ങളില്ല. അവിശുദ്ധ കൂട്ടുകെട്ടിന് ഞങ്ങളില്ല. അതായത് വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഈ പാർട്ടി UDF-മായി സഹകരിച്ചതിനെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ PDP-യുടെയും SDP-യുടെയും ഒക്കെ പിന്തുണ, SDP-യുടെ പരസ്യമായി തേടിയില്ല, എന്നാലും PDP-യുടെയും ഒക്കെ പിന്തുണ പരസ്യമായി തേടിക്കൊണ്ട് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇവിടെ വിവിധ മതപ്രീണന ശക്തികൾക്ക് ഒപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മത തീവ്രവാദ ആശയങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന പല ശക്തികളെയും രഹസ്യമായി കൂട്ടുപിടിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് പല രീതിയിൽ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന പരിപാടി LDF നടത്താൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ലേ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എന്തൊക്കെയായാലും അത്തരത്തിൽ ഒരു നിലമ്പൂർ ചർച്ച 2 ദിവസമായിട്ട്, നിലമ്പൂരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ 2 ദിവസമായി വിമാനാപകടവുമായി ബന്ധപ്പെട്ട് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. എന്തൊക്കെയാലും വീണ്ടും രാഷ്ട്രീയമായ ചർച്ചകളിലേക്ക് നിലമ്പൂരും കേരളവും ഒക്കെ തന്നെ എത്തുകയാണ്. ഈ ദുരന്തമുഖത്തു നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ തത്വമയി ന്യൂസ് ഞങ്ങളുടെ സൈറ്റിലും ഞങ്ങളുടെ വെബ്സൈറ്റിലും ഞങ്ങളുടെ വീഡിയോകളിലും ഒക്കെ തന്നെ കൃത്യമായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. തത്വമയി ന്യൂസിന്റെ സൈറ്റിൽ www.tatwamainews.com എന്ന സൈറ്റിൽ കൃത്യമായ ടെക്സ്റ്റ് അപ്ഡേഷനുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലുകളിലൊക്കെ തന്നെ വിശദമായ വിശകലനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഓട്ടപ്രദക്ഷിണത്തിന്റെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ മാത്രമാണ് ഓട്ടപ്രദക്ഷിണത്തിൽ ഇന്ന് പരിശോധിച്ചത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ, വാർത്തകളും അതുപോലെ തന്നെ ടെക്സ്റ്റ് അപ്ഡേഷനുകളുമായി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ എത്തും. ഓട്ടപ്രദക്ഷിണത്തിന്റെ ഈ ലക്കം പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.